ഡിസംബർ 20 തൊഴിൽ വാർത്തയാണ്, ലേറ്റസ്റ്റ് തൊഴിൽ വാർത്തയാണ് വന്നിരിക്കണേ. നമുക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ കഴിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഈ തൊഴിൽ വാർത്തയിൽ ഇവിടെ കണ്ടോ, കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് 2 ലക്ഷം അപേക്ഷകർ കുറഞ്ഞു. ഇത്തവണ 6.51 ലക്ഷം അപേക്ഷകരാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 2 ഘട്ട പരീക്ഷ ഉണ്ടായി എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ സ്ഥിരം പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷനാണുള്ളത്. ഇതൊരു 31 പേജോളം നമുക്ക് സ്റ്റഡീസ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ, അപ്പോൾ എന്താ പറയണേ, ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായി പരീക്ഷിച്ചത്? X-59 ജെറ്റ്. അതായത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനം. അപ്പോൾ ഇതൊരു സൂപ്പർസോണിക് വിമാനത്തിൻ്റെ പേരാണ് പറയണത്. ഇത് വളരെ പതുക്കെ പഠിക്കാം, അതായത് സ്പീഡൊന്നും ഇല്ലാതെ വളരെ പതുക്കെ എന്താണ് കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഓരോ സെൻറ്റൻസും. ശബ്ദമില്ലാതെ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായി പരീക്ഷിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഒക്ടോബർ 28 മനസ്സിലായി. അതുപോലെ തന്നെ എന്ത് മനസ്സിലായി? X-59 ജെറ്റ്. X-59 ജെറ്റ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഒരു സൂപ്പർസോണിക് വിമാനമെന്ന് മനസ്സിലായി. US കാലിഫോർണിയ മരുഭൂമിക്ക് കുറുകെയായിരുന്നു വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ. അപ്പോൾ കാലിഫോർണിയ US കാലിഫോർണിയയിൽ നടക്കുന്നതാണ് ഇത്. പിന്നെ ക്വൈറ്റ് ക്വൈറ്റായിട്ട് സൂപ്പർസോണിക് സാങ്കേതിക വിദ്യയിലുള്ള ഒറ്റ എഞ്ചിൻ വിമാനത്തിന് ശബ്ദത്തേക്കാൾ 1.4 ഇരട്ടി വേഗത്തിലും പരമാവധി 12,000 അടി ഉയരത്തിലും പറക്കാനാകും. വിമാനത്തിന് 100 അടി നീളവും 29.5 അടി വീതിയും ഉണ്ട്. ഓക്കെ, സാഹിത്യ നോബൽ നേടിയ ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരനായ ബോൾ സോയിങ്ക അടുത്തിടെ വാർത്തകളിൽ എത്തിയത് എങ്ങനെയാണ്? US ഭരണകൂടം വിസ റദ്ദാക്കിയതിലൂടെ. ഓക്കെ, അപ്പോൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ സാഹിത്യ നോബൽ നേടിയ ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരനായ ബോൾ സോയിങ്ക അടുത്തിടെ വാർത്തകളിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഭരണകൂടം വിസ റദ്ദാക്കിയതിലൂടെയാണ് കേട്ടോ. US പ്രസിഡന്റ് ട്രംപിനെ യുഗാണ്ടയിലെ ഏകാധിപതിയായിരുന്ന ഈദി അമീൻ്റെ വെള്ളക്കാരനായ പതിപ്പ് എന്ന് 91കാരനായ സോയിങ്ക വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, X-59 ജെറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശബ്ദമില്ലാതെ പോകുന്ന കാര്യം പറഞ്ഞു. സാഹിത്യ നോബൽ നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ കാരനാണ് ആരെന്ന് പറഞ്ഞു? US ഭരണകൂടം വിസ റദ്ദാക്കി ബോൾഗോ സോയിങ്കയുടെ. സാഹിത്യ നോബൽ നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ബോൾ സോയിങ്കയുടെ US ഭരണകൂടം വിസ റദ്ദാക്കി. ബോൾ സോയിങ്ക. ഓക്കെ, US പ്രസിഡന്റ് ട്രംപിനെ യുഗാണ്ടയിലെ ഏകാധിപതിയായിരുന്ന ഈദി അമീൻ്റെ വെള്ളക്കാരനായ പതിപ്പെന്ന് 91കാരനായിട്ടുള്ള സോയിങ്ക വിശേഷിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് US ഈ ഒരു ഇങ്ങനത്തെ ഒരു നിയമ നടപടി എടുത്തിട്ടുള്ളത്. അതായത് ഇത് US ഇവർ റദ്ദാക്കിയിട്ടുള്ളത്. ഈ ബോൾ സോയിങ്ക എന്ന് പറയുന്നത് ആഫ്രിക്കൻ എഴുത്തുകാരി, നൈജീരിയൻ എഴുത്തുകാരി. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്നത് ഒക്ടോബർ 31, 150ാമത് കേട്ടോ. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ ഗേഡ ജില്ലയിലെ നദിയാദിൽ ജനനം കേട്ടോ. 28 ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകി. സമരത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഗാന്ധിജിയാണ് നേതാവ് എന്ന അർത്ഥത്തിൽ സർദാർ എന്ന് വിളിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു കേട്ടോ. ഇന്ത്യൻ ബിസ്മാർക്ക് ഉരുക്ക് മനുഷ്യൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചു. 1950 ഡിസംബർ 15 അന്തരിച്ചു. പിന്നെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിച്ചു. ഇതൊന്നും വലിയ കഥയില്ല. കൂടി സർദാർ വല്ലഭായ് പട്ടേൽ 150ാം ജന്മവാർഷികം 2025 ഒക്ടോബർ 31
പിന്നെ ആളുടെ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41 രക്തസാക്ഷിത്വം കൂടിയായിരുന്നു ഒക്ടോബർ 31 കേട്ടോ. 41ാമത്തെ രക്തസാക്ഷിത്വം, അതുപോലെ പട്ടേലിൻ്റെ 150ാമത്തെ ജന്മവാർഷികം. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന അസ്റുദ്ദീൻ ഏത് സംസ്ഥാനത്താണ് ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയേറ്റിട്ടുള്ളത്? അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അപ്പോൾ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന അസ്റുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഏത് ക്യാപ്റ്റനായിട്ട് ഏത് ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണ് ചുമതലയേറ്റിട്ടുള്ളത്? എവിടത്തെയാ? തെലുങ്കാന. പിന്നെ അടുത്തത് എത്രാമത് കേരള സംസ്ഥാന പിറവിയാണ്? കേരള സംസ്ഥാന പിറവിയാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്. 69ാമത്തെ സംസ്ഥാന പിറവി. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയിട്ടുള്ളത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവർ കേരളപ്രഭ പുരസ്കാരം ജേതാക്കളായി. ശശികുമാർ, ഷഹൽ ഹസൻ, വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ മാരിറ്റ് എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർമാനായി ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചരിത്രകാരന്മാർ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ലേലത്തിൽ 119 കോടിയോളം രൂപയ്ക്ക് വിറ്റുപോയി. ആ ചിത്രകാരൻ ആണ് ബസറൻ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചിത്രകാരൻ വരച്ചു കേട്ടോ, ചീറ്റകളെ വിശ്രമിക്കുന്ന പോലെ. അബുൾ ഫസൽ രചിച്ച അക്ബറുടെ ഔദ്യോഗിക ജീവചരിത്രമായ അക്ബർനാമ, മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ വിവർത്തനമായിട്ടുള്ള റസ്നാമ തുടങ്ങിയവ ചിത്രീകരണം നടത്തുന്നത്. 1575-80കൾക്കിടയിലാണ് ചീറ്റകളുടെ ചിത്രം വരച്ചത്. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. പേര് സാമിയ സുലുഹു ഹസൻ. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. സാമിയ സുലുഹു ഹസൻ. 2025-21 കാലത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സാമിയ 2021 മാർച്ചിലാണ് ആദ്യമായി പ്രസിഡന്റായത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം ആരോപിച്ച് രാജ്യത്ത് നടന്നുവരുന്ന പ്രക്ഷോഭത്തിൽ 700-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടു. രുചി വൈവിധ്യങ്ങളുടെയും പാചക പരമ്പരയുടെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമത് തിരഞ്ഞെടുത്തപ്പെട്ടു. അതാണ് സാമിയ സുലുഹു ഹസൻ. രുചി വൈവിധ്യങ്ങളുടെയും പാചക പരമ്പരയുടെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ. ലോക നഗര ദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ സമർഘട്ടിൽ നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ 43ാമത് സെഷനിലാണ് ലക്നൗവിനെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്നും വലിയ കഥയില്ല. ഇനി അടുത്തത്, ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്കാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്? താജിക്കിസ്ഥാൻ. 2025 ഒക്ടോബർ 31 അന്തരിച്ച മാനുവൽ ഫെഡറിക് ഒരു കായിക ചിത്രത്തിൽ ഇടം പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി കേട്ടോ. അങ്ങനെയാണ് കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി. 72 മ്യൂണിക് ഒളിമ്പിക്സിലാണ് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചാണ് വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ഗോളിയായിരുന്നു കേട്ടോ. ഗോൾ മുഖത്തെ കടുവ എന്നറിയപ്പെടുന്ന ഫെഡറിക്ക 1971 മുതൽ 7 വർഷം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോളിയായിട്ട് പ്രവർത്തിച്ചു. കണ്ണൂർ ഭരണശ്ശേരി സ്വദേശിയാണ്. 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു കേട്ടോ. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഏത് അംഗത്തിൻ്റെ രാജകുമാരൻ പദവിയും മറ്റ് രാജകീയ സ്ഥാനമാണ് ഈയിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? ഇളയ സഹോദരൻ ആൻഡ്രൂവിൻ്റെ. ഓക്കെ. അടുത്തത്, അതായത് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരുന്നത് 2019. ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് 2019. ആർക്ക്? ഈ നമ്മളുടെ മാനുവൽ ഫെഡറിക്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കുടുംബത്തിലെ ഏത് അംഗത്തിൻ്റെ രാജകുമാരൻ പദവിയും മറ്റ് രാജകീയ സ്ഥാനങ്ങളുമാണ് ഈയിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? ഇളയ സഹോദരൻ ആൻഡ്രൂവിൻ്റെ. അദ്ദേഹം ഇനി ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻഡ്സർ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ മകളായ യൂജിൻ, ബിയാട്രീസ് എന്നിവർ രാജപദവികൾക്ക് നഷ്ടമാകില്ല. US-ലെ ലൈംഗിക പീഡനങ്ങൾ കേസിൽ പ്രതിയായിരിക്കെ ന്യൂയോർക്ക് ജയിലിൽ വെച്ച് 2019 മരിച്ച ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ആൻഡ്രൂവിൻ്റെ അടുപ്പമാണ് സ്ഥാനഭ്രംശത്തിനിടെ. അപ്പോൾ ആരെ ഭ്രംശനാക്കിവിടെ? ആൻഡ്രൂവിനെ കേട്ടോ, ഇളയ സഹോദരൻ ആൻഡ്രൂ.
നോബഡീസ് ഗേൾ ഇതാണ് അവളുടെ മരണാന്തര ഓർമ്മക്കുറിപ്പായിരുന്നത്. പിന്നെ 2025 ഏപ്രിൽ ഓസ്ട്രേലിയയിൽ വെച്ച് ജെഫ്രി ജീവനൊടുക്കി. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തിൻ്റെയും പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് JP ശങ്കരപിള്ള. 5 ലക്ഷം രൂപയും പത്രവും ട്ടാ. ബംഗാൾ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, മരിച്ചവരുടെ വീട് എന്നിവ കാവ്യസമാഹാരങ്ങൾ. NS മാധവനായിരുന്നു 2024. അപ്പോൾ 24 ആർക്ക് കിട്ടി എന്നുള്ളത് വ്യക്തത വേണം, 25 ആർക്ക് കിട്ടി എന്നുള്ളത് വ്യക്തത വേണം. എഴുത്തച്ഛൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി നേടിയത് ബാഴ്സലോണയിലെ നിർമ്മാണത്തിലിരുന്ന സഗ്രാഡ ഫാമിലിയ ബസലിക്ക ട്ടാ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി നേടിയിട്ടുള്ളത് ബാഴ്സലോണയിൽ സ്പെയിനിൽ നിർമ്മാണത്തിലിരുന്ന സഗ്രാഡ ഫെമിലിയ ബസലിക്ക ട്ടാ. പള്ളിയിലെ പ്രധാന ഗോപുരത്തിൻ്റെ മുകളിലായി കുരിശിൻ്റെ ആദ്യ ഭാഗം സ്ഥാപിച്ചതോടെയാണ് ആകെ ഉയരം 162.91 മീറ്ററായി ഉയർന്നത്. ഇതോടെ 1890 മുതൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായിരുന്ന ജർമ്മനിയിലെ ഉൽമിസ്റ്റർ ദേവാലയത്തിലാണ് സഗ്രാഡ ഫെമിലിയ മറികടന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി നേടിയത് ബാഴ്സലോണയിലെ നിർമ്മാണത്തിലിരുന്ന സഗ്രഡ ഫെമിലിയ ബസലിക്ക. ഓക്കെ. 1982 നിർമ്മാണം ആരംഭിച്ച ദേവാലയം അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കും ട്ടാ. ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ്? ബാഴ്സലോണയിൽ നിർമ്മാണത്തിലിരുന്ന സഗ്രാഡ ഫെമിലിയ ബസലിക്ക. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. X-59 ജെറ്റ് ശബ്ദമില്ലാതെ പോവാം. വിസ റദ്ദാക്കിയത് US വിസയാണ് റദ്ദാക്കിയിട്ടുള്ളത്. ആരുടെ? എഴുത്തുകാരിയായിട്ടുള്ള വോൾസോയിങ്കയുടെ. 2025 ഒക്ടോബർ 31 വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികം. ഒപ്പം 41ാമത്തെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം. പിന്നെ തെലങ്കാനയിലാണ് മുഹമ്മദ് അസറുദ്ദീൻ ക്യാബിനറ്റ് മന്ത്രിയെ ചുമതലയേറ്റിട്ടുള്ളത്. 69ാമത്തെ കേരളപ്പിറവി. രാഘവ വാര്യർ കേരള ജ്യോതി, പിന്നെ കേരളപ്രഭ കേരള ശ്രീ ആർക്കൊക്കെയെന്ന് റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി അവാർഡ്. കുക്കു പരമേശ്വരൻ വൈസ് ബസവൻ ആണ് ചിത്രം വരച്ചിട്ടുള്ളത് അക്ബറിൻ്റെ ചീറ്റകളുടെയൊക്കെ. പിന്നെ സാമുൽ സുലൂഹു ഹസൻ ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്, രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളും. ലക്നൌവിലാണ് രുചിവൈവിധ്യങ്ങളുടെ പാചക പാരമ്പര്യത്തിന് പേരുള്ള യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. 43 സെഷനാണ് ലക്നൌവിനെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിക്കൽ പ്രഖ്യാപിച്ചത്. പിന്നെ താജിക്കിസ്ഥാനിലാണ് ഇന്ത്യയുടെ അടുത്തിടെ രാജ്യത്തെ വ്യോമസേന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പിന്നെ മാനുവൽ ഫെഡറിക്ക് 72ാമത്തെ മ്യൂണിക് ഒളിമ്പിക്സിൽ. പിന്നെ 2019 ധ്യാൻ ചന്ദ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രൂവിനെ പുറത്താക്കി, അത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമായിരുന്നു. അടുത്ത അവകാശം ആളുടെ റദ്ദാക്കി. പിന്നെ KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ. 2024 NS മാധവൻ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി നേടിയത് ബാഴ്സലോണയിലെ നിർമ്മാണത്തിലിരുന്ന സാഗ്രഡ ഫാമിലി ബസലിക്ക. ഓക്കെ.